കാട് വൃത്തിയായി കിടക്കും. ഓ ശരി. പുരയിടത്തിലെ കാട് വൃത്തിയാക്കാൻ വേണ്ടി പോത്തിനെ വാങ്ങിക്കും. ഓ ശരി. അതെന്താ പണിക്കാർക്ക് കാശ് എടുക്കാൻ താല്പര്യം? അപ്പുറത്തെ വേളത്തിലൂടെ കാടായിട്ട് കിടക്കുന്നുണ്ട്. ഓ ശരി. അഴിച്ചു കിട്ടും അങ്ങോട്ടും കൂടെയൊക്കെ വിടും. ഓക്കെ. ഷറഫുദ്ദീനൊക്കെ ഇന്ന് 4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് 10 എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പറമ്പിലെ കാട് കളയാൻ വേണ്ടിയാണ് നിങ്ങൾ പോത്തിനെ വാങ്ങിക്കുന്നത് അല്ലേ? ഇവിടെ പേരെന്താ? ഷറഫുദ്ദീൻ. 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 എവിടെയാ സ്ഥലം? ഞാൻ ഇവിടെ താമസിക്കുന്ന മാമ്പാലത്തിനെടുത്തു. ഓ ശരി. അപ്പൊ നമ്മൾ എത്ര പോത്തോട്ടി ഇന്ന് എടുത്തു? ഇപ്പം 17 എടുത്തത്. 17 പോത്തോട്ടി നേരത്തെ എടുത്ത്. ഇപ്പൊ എടുത്തില്ല. ഇപ്പൊ എടുത്തു. നേരത്തെ എടുത്ത്. ഇന്ന് എത്ര എടുത്തു? ഇന്നിപ്പോ 4 എടുത്തു. 4 എടുത്തുള്ളൂ. എന്ത് നിങ്ങള് വളർത്തി കൊടുക്കണം? എന്ത് പരിപാടി? എന്ത് അല്ല, പെരേടത്തിൽ ഇങ്ങനെ ഇട്ടയ്ക്കും. ഇട്ടയ്ക്കുക. ആരെങ്കിലും വരണനുസരിച്ച് കൊടുക്കും. വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ പുരയിടത്തിൽ എന്താ അവിടെ കൃഷി എന്തെങ്കിലും ഉണ്ടോ? കൃഷി വലിയ കൃഷിയൊന്നുമില്ല. തെങ്ങും ഇതൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തില് എത്ര ഏക്കർ പുരയിടുണ്ട്? ഇപ്പൊ 1.5 ഏക്കർ. 1.5 ഏക്കർ പുരയിടത്. അപ്പൊ ഇവിടെ കാട് കയറി കിടക്കുവാണ്. കാട് വൃത്തിയായി കിടക്കും. കാട് കളഞ്ഞു കഴിയുമ്പോൾ ഇപ്പോത്തിന് എന്ത് ചെയ്യും? നിങ്ങൾ വളർത്തുവോ അതോ നിങ്ങൾ വരുന്നനുസരിച്ച് കൊടുക്കും. അപ്പൊ അവിടെ കൃഷി എന്തെങ്കിലും ഉണ്ടോ? വേറെ തെങ്ങ് അല്ലാതെ വേറെ പച്ചക്കറി കൃഷി ഇല്ല. പച്ചക്കറി ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ ഈ ഇത്ര എണ്ണം 10 എണ്ണം ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 4 10-20 ആവും. ഇതിന്റെ ഈ ചാണകമൊക്കെ നിങ്ങൾ അതിന്റെ അവിടെ തന്നെ ഇടും. അപ്പൊ പോത്തിനെ വാങ്ങിച്ചാൽ പല പ്രയോജനമല്ലേ? അപ്പൊ ഇതുപോലെ ഇപ്പൊ ഇന്ന് നമ്മുടെ മാമഞ്ചന്റെ പുള്ളിക്കാരൻ 4 എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിച്ച കുട്ടികളെ ഇപ്പൊ നമ്മൾ വെയിലത്ത് നിന്ന് മാറ്റി കെട്ടിയേക്കാണ്. അപ്പൊ ഇവിടുന്ന് 17 നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പോത്തിനെ എടുക്കുന്ന പറമ്പിലെ പുല്ല് കളയാൻ കൃഷി ലാഭം തന്നെ ചാണകത്തിനെല്ലാം തന്നെ. പിന്നെ പരിപാടി എല്ലാം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ അതിൽ ആവശ്യക്കാർ വന്നാൽ കൊടുക്കുകയും ചെയ്യും. അപ്പൊ എന്നിട്ട് വീണ്ടും വാങ്ങിക്കോ? കൊടുക്കാന്ന് പറഞ്ഞ ഇട്ടാക്കില്ല. ആരെങ്കിലും പറഞ്ഞനുസരിച്ച് കൊടുത്തോണ്ടിരിക്കും. ഓ ശരി. അല്ലാതെ കൊടുക്കണമെന്ന് പറഞ്ഞ ഇട്ടാക്കില്ല. ചോദിക്കുമ്പോൾ കൊടുക്കും. ഓ ശരി ശരി. ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യും. പിന്നെ വീണ്ടും എടുക്കും. അപ്പൊ അങ്ങനെ എടുക്കും അല്ലേ? അപ്പൊ സ്ഥിരം പരിപാടി അതല്ലേ? എങ്ങനെയുണ്ടാവും? നമുക്കൊരു അത്യാവശ്യം ഒരു മാന്യമായ വില കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല. നമുക്കൊരു വില പേശി വാങ്ങിക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഓ പേശി വാങ്ങിക്കണം. അല്ലെങ്കിൽ വാങ്ങിക്കൂല. പേശി വാങ്ങിക്കണല്ലേ? ഊരിലൊക്കെ ചോദിക്കുക അല്ലേ? നമുക്ക് പറ്റുന്ന ഒരു ഇത് അല്ലെ? ഈ പ്രാവശ്യം എങ്ങനെ ചെറിയ കുട്ടികളാണ് എടുത്തത്? ചെറിയ കുട്ടികളാണ് ഈ പ്രാവശ്യം ചെറുതിനെ ഉണക്ക സൈസൊക്കെ എടുക്കും. ഓ ശരി. ചെറുതിനെ കൊണ്ടുപോകുന്നല്ലേ? കൊണ്ടുപോയി കഴിയുമ്പോൾ എനിക്ക് 2 മാസം കൊണ്ട് സെറ്റ് ആവും ഇതൊക്കെ അല്ലേ? വെള്ളം കൂടെ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടോ? അത് പുഴ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വയലിന്റെ കരയാണ്. വയലിന്റെ കരയല്ലേ? അപ്പൊ നിങ്ങൾക്ക് നല്ല സൗകര്യം തന്നെ പോത്തിനെ വളർത്താൻ. ഓക്കെ. അപ്പൊ ഇതുപോലുള്ള ആൾക്കാർക്ക് നമുക്ക് പറമ്പ് കാട് കയറി കിടപ്പുണ്ടെങ്കിൽ പോത്തിനെ കൊണ്ട് വളർത്താം അല്ലേ? വളവും കിട്ടും, കാടും പോവും. ശരി കേട്ടോ, ആയിക്കോട്ടെ. അപ്പൊ ഇനിയിപ്പം 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരുമോ? അതോ 2 ആഴ്ച ആരെങ്കിലും കൊടുക്കുന്നതനുസരിച്ച് വരുമല്ലേ? കൊടുക്കുക. എന്നിട്ട് ഇവിടെ തന്നെ വീണ്ടും വരും അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. താങ്ക് യു.